നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മലയാളികൾ ഇപ്പോൾ പേടിക്കുന്ന ഒരു പേരാണ് സെബാസ്റ്റ്യൻ. ചെകുത്താൻ സെബാസ്റ്റ്യൻ അടക്കം പേരേൽക്കുന്ന ഇയാളുടെ പലതരത്തിലുമുള്ള സ്നേഹവാക്കുകൾ കേൾക്കാനിടയുണ്ടായി അവിടെയുള്ള ഈ തൊഴിലുറപ്പ് പ്രവർത്തകർ. തൊഴിലുറപ്പിനായി ഇയാളുടെ പുരയിടത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുമ്പോഴൊക്കെ തന്നെ ഇയാൾ കൃത്യസമയത്ത് അവിടെ എത്തും. എങ്ങനെയെന്നറിയില്ല, കൃത്യസമയത്ത് അയാൾ അവിടെ എത്തും. കൂടിപ്പോയാൽ മുഖത്ത് നോക്കി ചിരിക്കും. പിന്നീട് ചോദിക്കുന്നത് ചായ കുടിച്ചോ എന്നാണ്. ആ ചായയിൽ വിഷം കലക്കി ഒരുപക്ഷെ കൊല്ലാനായിരുന്നോ നീക്കമെന്ന് പോലും പേടിപ്പിക്കുന്ന ഒരു സംശയം അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും ഉയരുകയാണ്. ഒരുപക്ഷെ 8 or 10 പേർ വന്നാൽ പോലും ചായയിൽ വിഷം കലർത്തി കൊല്ലാൻ മടി കാണിക്കാത്ത സെബാസ്റ്റ്യൻ അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് അവിടെയുള്ള എല്ലാവരും. അസ്ഥിയെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ ബിന്ദുവിന്റെ ആത്മാവിന് ശാന്തി കിട്ടുമായിരുന്നു എന്നാണ്, വെറുതെ ഞങ്ങൾ പറയുമായിരുന്നു എന്നാണ് അവിടെയുള്ള തൊഴിലുറപ്പ് സംഘാംഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുരയിടത്തിൽ നിന്ന് അസ്ഥി കിട്ടിയെന്ന വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. 3 തവണ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ തൊഴിലുറപ്പിന്റെ ഭാഗമായി ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കാൻ ഞങ്ങൾ പോയിട്ടുണ്ട്. ഈ 3 തവണയും സെബാസ്റ്റ്യൻ കൃത്യമായി ഓട്ടയിൽ വീട്ടിലെത്തി. ഞങ്ങൾ പുരയിടത്തിൽ കയറിയത് എങ്ങനെ സെബാസ്റ്റ്യൻ കൃത്യമായി അറിഞ്ഞു എന്നാണ് എപ്പോഴും ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. അവിടെ നടക്കുന്നതെല്ലാം അറിയിക്കാൻ സെബാസ്റ്റ്യന് ഏതോ സഹായി ഉണ്ടെന്ന് തോന്നി. സെബാസ്റ്റ്യനെ കുറിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി ബിന്ദുവിന്റെ വാക്കുകളായിരുന്നു ഇതാ. അതായത് ഈ സെബാസ്റ്റ്യന്റെ ഈ പുരയിടത്തിലാണ് ബിന്ദുവും സംഘവും പണിക്കായി എത്തിയത്. അവിടെ വെച്ച പലയിടങ്ങളിലും അസ്ഥികൂടമുള്ള സ്ഥലത്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എത്താനിരിക്കെയാണ് ഉടനെ തന്നെ ജൈനമ തിരോധാനവുമായി ബന്ധപ്പെട്ട പോലീസ് സംഘങ്ങൾ ഇവിടേക്ക് എത്തുന്നതും അന്വേഷണം ആരംഭിക്കുന്നതും. എവിടേക്കാണ് ഈ സ്ത്രീകളുടെ മറ്റ് ശവസംസ്കാരം നടത്തിയത് എന്ന ചോദ്യവുമുണ്ട്. ഒരുപക്ഷെ ഇയാൾ നരഭോജിയാണ് എന്ന് പേടിക്കുന്നവരും കുറവല്ല. ഇയാൾ ഒരുപക്ഷെ ശവങ്ങൾ തിന്ന് വിസർജനം ചെയ്യാൻ പോലും മടി കാണിക്കാത്തവരാണ് എന്ന് പറയുന്നവരാണ് അവിടെയുള്ള പലരും. മാത്രമല്ല, കുളത്തിലെ മീനുകൾക്ക് തിന്നാൻ കൊടുത്തു എന്ന് പറയുന്നവരുമുണ്ട്. അതല്ലെങ്കിൽ കിണറ്റിൽ തള്ളിയേക്കാമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. ഏതായാലും സെബാസ്റ്റ്യൻ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിലും ചോദ്യം ചെയ്യലുകളിൽ സഹകരിക്കാതെ പ്രതിരോധം തീർത്തിരിക്കുകയാണ് ഇയാൾ. ഈ സാഹചര്യത്തിലാണ് കൊല ചെയ്യപ്പെടുന്ന നിഗമനത്തിലെത്തിയ സ്ത്രീകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള നീക്കവും നടക്കുന്നത്. ജൈനമ്മയെ കൊലപ്പെടുത്തിയതായി സെബാസ്റ്റ്യനിൽ നിന്ന് സൂചന ലഭിച്ചെങ്കിലും ബിന്ദു പത്മനാഭന്റെയും ഹൈറുമ എന്ന ഐഷയുടെയും തിരോധാനത്തിൽ ഒരു തുമ്പും ഇതുവരെയും കിട്ടിയിട്ടില്ല. 2 തവണ തിരച്ചിൽ നടത്തിയ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ മൂടിയ നിലയിൽ ഒരു കിണർ കൂടിയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉപയോഗമില്ലാതെ കിടക്കുന്ന കിണർ 3 വർഷം മുൻപ് മൂടി എന്ന സെബാസ്റ്റ്യനിൽ നിന്നും ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസം ഇത് തുറന്നു പരിശോധന ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. സഹോദരന്റെ പേരിൽ നഗരത്തിലുള്ള കാട് പിടിച്ചു കിടക്കുന്ന പുരയിടത്തിലും തിരച്ചിൽ ഉണ്ടാകും. ഐഷ കേസിൽ കൂട്ടുകാരികളായ 3 സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ഐഷയുമായി അടുപ്പമുണ്ടായിരുന്ന റോസമ്മ, ലൈല, സുജാത എന്നിവരുടെ മൊഴികൾ നിർണായകമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിൽ 2 പേരെ പ്രാഥമികമായി ചോദ്യം ചെയ്തു. 3-മത്തെയാൾ ജില്ലയ്ക്ക് പുറത്തായതിനാൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രാഥമിക തൊഴിലെടുപ്പിന് ശേഷം ആവശ്യമെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുമെന്നാണ് വിവരം. DNA പരിശോധനാ ഫലം എത്തിയാൽ മാത്രമേ 3 കേസുകളുടെയും വ്യക്തമായ ഗതി നിർണ്ണയിക്കാൻ കഴിയൂ. അന്വേഷണത്തിന്റെ ഭാഗമായി സെബാസ്റ്റ്യന്റെ സ്വത്ത് വിവരങ്ങളും ഭൂമി ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്ക് സ്വന്തം പേരിലും ബെനാമി പേരുകളിലും എവിടെയെല്ലാം സ്വത്തുക്കൾ ഉണ്ടെന്നാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. വസ്തു ഉടമക്കാരനായ സെബാസ്റ്റ്യൻ കഴിഞ്ഞ 20 വർഷത്തിനിടെ നടത്തിയ ഭൂമി ഇടപാടുകളുടെ വിവരവും ശേഖരിക്കുന്നുണ്ട്. കാണാതായ 3 സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ സ്വർണം പണയം വെച്ച് കിട്ടിയ പണം ഉപയോഗിച്ച് റെഫ്രിജറേറ്റർ വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ജൈനമ്മയെ കാണാതായ 2024 ഡിസംബർ 23-നും രാത്രിയുമാണ് ചേർത്തലയിലുള്ള കടയിൽ നിന്ന് റെഫ്രിജറേറ്റർ വാങ്ങിയത്. റെഫ്രിജറേറ്റർ ഏറ്റുമാനൂരിലുള്ള സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെത്തി. എന്തായാലും ഇയാൾ നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇയാൾ എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ പോലീസ് കസ്റ്റഡിയിൽ ഇയാൾ ഉണ്ട്, പക്ഷേ അയാൾ പ്രധാനമായും പലതരത്തിലുമുള്ള കാര്യങ്ങൾ തപ്പിത്തടഞ്ഞാണ് നടക്കുന്നത്. പോലീസിന് കൃത്യമായി ഇയാളെ പിടികിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ അത്തരത്തിൽ പല മറകളും സൃഷ്ടിക്കാൻ, പല ഒളിമറകളും സൃഷ്ടിക്കാൻ സെബാസ്റ്റ്യന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്.